എനിക്ക് സയന്റിഫിക്കലി ഒരു സ്ത്രീയെ ഭോഗിക്കാം. സയന്റിഫിക്കലി എൻ്റെ അമ്മ ഒരു സ്ത്രീയാണ്. ഇത് പറയുമ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആവും. എൻ്റെ മകൾ ഒരു സ്ത്രീയാണ്, എനിക്കത് ഭോഗിച്ചുകൂടെ? മനസാക്ഷി പരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരച്ഛനും മകളും തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത്, വിവാഹം കഴിച്ച് ജീവിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കും എൻ്റെ മകൾക്കും പ്രശ്നമില്ല. സാറിന് എതിർക്കാൻ പറ്റുമോ? ഇങ്ങനെ നീ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത്, നിന്റെ അമ്മയെ എങ്ങനെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം എടുക്കണോ? അതല്ല, നിങ്ങൾക്ക് അത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയുന്നത് ഞാൻ എടുക്കണോ? മൃഗത്തെ ഭോഗിക്കാൻ പോലും ഒരു 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 ഭാഗത്ത് സപ്പോർട്ട് വേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം അതവരുടെ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് വരുന്നൊരു സമൂഹം ഇനി ഇവിടെ വരാൻ പോകുന്നുണ്ട്. നിന്റെ വീട്ടിൽ വെക്കുന്ന ഒരു കറിക്ക് മണമുണ്ടെങ്കിൽ ആ മണം എത്ര അയല വീട്ടിലെത്തുന്നു, ആ അയലത്തുള്ള ആളുകൾക്ക് കൊടുക്കാതെ കഴിക്കരുത് തന്നെ പഠിച്ചു. അയലത്തുള്ളവൻ മുസ്ലിം ആണെന്ന് നോക്കി കൊടുക്കണമെന്നോ, ഹിന്ദു ആക്കി നോക്കി കൊടുക്കണമെന്നോ, ക്രിസ്ത്യനാക്കി നോക്കി കൊടുക്കണോ, ജൈനനോ ബുദ്ധനോ ഈഴവനെന്നോ പോലെയെന്നോ നോക്കി കൊടുക്കണോ നല്ല പഠിച്ചിട്ടുള്ളത്. അവിടെ നിന്റെ അയൽക്കാരന് കൊടുക്കണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിശ്വാസമൊന്നും ഇല്ലെന്ന് ചിലർ പറയുന്നതൊക്കെ വിശ്വാസം ഉണ്ടെന്ന് പറയും, ചിലർ പറയും നിരീശ്വര പ്രസ്ഥാനം പറയും. എനിക്ക് അതിൽ ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ ഇല്ല. ചില ആളുകൾ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് അങ്ങനെ ഉണ്ട്. പക്ഷെ കമ്മ്യൂണിസത്തിൽ ശരിക്കും വിശ്വാസം ഇല്ല എന്നാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളത്. പറയരുത് കേട്ടോ. മുഖ്യമന്ത്രിയിൽ ഉണ്ടാകുന്ന ഭയം എനിക്ക് ഞാൻ പറഞ്ഞില്ല, പേടിയാണ് അദ്ദേഹത്തെ. ഒരു ഇന്റർവ്യൂ പോലും എനിക്ക് ചെയ്യണമെന്നുള്ള പേടിയാണ്. മനസ്സിലായി? അത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ചിരിച്ച മുഖം പോലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ അത് ചിലപ്പോൾ വ്യക്തി അദ്ദേഹത്തിന് വന്ന വഴികളായിരിക്കും, ചിലപ്പോൾ ഊരി പിടിച്ച വാളിന്റെ ഇടയിലൂടെ വന്നതുകൊണ്ടായിരിക്കാം, അദ്ദേഹം വന്ന വഴികൾ അത്രയും കഠിനമായതുകൊണ്ടായിരിക്കാം. മതം വേണം എന്ന രീതിയിലുള്ള ചില വർത്തമാനങ്ങൾ അത് പൊതുവെ ഇപ്പൊ ആരും അങ്ങനെ പറയില്ല. സത്യം അതാണെങ്കിൽ കൂടി അത് ആ ഒരു തുറന്നു പറച്ചില് എന്താണ് കാരണം? നിമിഷപ്രിയയുടെ ആ ഒരു കാര്യത്തിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലെ, അതുമായി ബന്ധപ്പെട്ടിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിശ്വാസിയാണ്. ഓക്കെ, വിശ്വാസി ആയിരിക്കണം, എനിക്ക് വിശ്വാസി ആയിരിക്കണം എന്നാണ്. വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ നമ്മൾ എതിർക്കുന്നൊന്നുമില്ല. കാര്യം എന്റെ വിശ്വാസം കൊണ്ട് എനിക്കൊരു മോശം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്റെ വിശ്വാസത്തിൽ ഒരിക്കൽ പോലും ഒരാളെ ദ്രോഹിക്കാനൊന്നും പഠിപ്പിക്കുന്നില്ല. എന്റെ വിശ്വാസം ആകെ പഠിപ്പിക്കുന്നത് എന്താ? ഞാൻ അതായത് ലഹരി ഉപയോഗിക്കരുത്, മദ്യം പോലുള്ള മയക്കുമരുന്ന് പോലുള്ള കഞ്ചാവുലത്തെ ലഹരി ഉപയോഗിക്കരുത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നീ ഒരാളുടെ പോലും ഒരു സാധനം പിടിച്ചു പറിക്കരുതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മോഷണം, അതായത് വളരെ സിമ്പിൾ. ഞാനൊരു പറമ്പിൽ നിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് കയറുമ്പോൾ എൻ്റെ കാലിൽ മണ്ണ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ചെരുപ്പിൽ മണ്ണ് പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അത് ആ ചെരുപ്പൂരി ആ പറമ്പിൽ തട്ടിയിട്ടിട്ട് അടുത്ത പറമ്പിലേക്ക് കയറണമെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതെന്നെ പഠിപ്പിച്ചത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരും അല്ല, ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും എന്നെ ഈ പറയുന്ന കൂട്ട്. ഞാൻ അവിടെ ഒരു ബസ്സിൽ കയറുന്ന സമയത്ത് ഞാൻ ബസ്സിൽ ഇരിക്കുക, ഒരു വൃദ്ധൻ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കാൻ എന്നെ പഠിപ്പിക്കുന്നില്ല. അവിടെ സ്ത്രീയോ പുരുഷൻ എഴുതിയേക്കുവാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്നാൽ, ഞാൻ ടിക്കറ്റ് എടുത്ത ആളാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്നു, എനിക്ക് എണ്ണീക്കണ്ട. അതിനപ്പുറത്തേക്ക് എൻ്റെ വിശ്വാസം, ദൈവവിശ്വാസമുള്ള ഒരാൾക്ക് കരുണ എന്ന് പറയുന്ന സാധനം പഠിപ്പിക്കുന്ന എനിക്ക് അവിടെ എണ്ണീച്ച് കൊടുക്കാം, ഓപ്ഷൻ ഉണ്ട്. അവിടെ എണ്ണീച്ച് കൊടുക്കാനുള്ള കാര്യം ഞാൻ പഠിച്ചത് അവിടുന്നാ. അപ്പൊ അതിൽ എനിക്കൊരു മോശവും ഇല്ല. അതിനകത്ത് മോശം കണ്ടെത്തുന്ന കുറെ ആളുകൾ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഇതെല്ലാം ഏത് വിശ്വാസമാണെങ്കിലും നേരെ നോക്കുമ്പോൾ അവിടെ എന്താ മോശം നമുക്ക് പറയാനുള്ളേ? മറ്റുള്ളവനെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ, നിന്റെ വീട്ടിൽ വെക്കുന്ന ഒരു കറിക്ക് മണമുണ്ടെങ്കിൽ ആ മണം എത്ര അയല വീട്ടിലെത്തുന്നു, ആ അയലത്തുള്ള ആളുകൾക്ക് കൊടുക്കാതെ കഴിക്കരുത് തന്നെ പഠിച്ചു. അയലത്തുള്ളവൻ മുസ്ലിം ആണെന്ന് നോക്കി കൊടുക്കണമെന്നോ, ഹിന്ദു ആക്കി നോക്കി കൊടുക്കണമെന്നോ, ക്രിസ്ത്യനാക്കി നോക്കി കൊടുക്കണോ, ജൈനനോ ബുദ്ധനോ ഈഴവനെന്നോ പോലെയെന്നോ നോക്കി കൊടുക്കണോ നല്ല പഠിച്ചിട്ടുള്ളത്. അവിടെ നിന്റെ അയൽക്കാരന് കൊടുക്കണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരു ആള് ഞാൻ അതിനപ്പുറത്തേക്ക് എത്തിസ്റ്റ് ആവുന്ന ഒരാൾ, ഞാൻ അവരെ കുറ്റം പറയുമല്ല. ഇപ്പോ ഞാനൊരു പുരുഷനാണ്, എനിക്ക് സയന്റിഫിക്കലി ഒരു സ്ത്രീയെ ഭോഗിക്കാം. സയന്റിഫിക്കലി എൻ്റെ അമ്മ ഒരു സ്ത്രീയാണ്. ഇത് പറയുമ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആവും. എൻ്റെ മകൾ ഒരു സ്ത്രീയാണ്, എനിക്കത് ഭോഗിച്ചുകൂടെ? സിമ്പിളായിട്ട് ചോദിക്കുവാണ്, എനിക്ക് ഭോഗിച്ചുകൂടെ? സയന്റിഫിക്കലി ഞാൻ ചോദിക്കട്ടെ. അല്ല, ഞാൻ സ്വതന്ത്ര ചിന്തകനാണെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമല്ലേ? അല്ല, മൃഗത്തെ ഭോഗിക്കാൻ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. മൃഗത്തെ ഭോഗിക്കാൻ പോലും ഒരു ഭാഗത്ത് സപ്പോർട്ട് വേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം അതവരുടെ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് വരുന്നൊരു സമൂഹം ഇനി ഇവിടെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സയന്റിഫിക്കലി സ്വതന്ത്രമായിട്ട് ഞാൻ ചിന്തിക്കുവാണ്, എനിക്കും എൻ്റെ മകൾക്കും പ്രശ്നമില്ല. സാറിന് എതിർക്കാൻ പറ്റുമോ? എതിർക്കാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിയമപരമായിട്ട് എതിർക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് നിങ്ങളുടെ സ്വന്തം ചിന്തയൊന്ന് ചിന്തിച്ചു നോക്കി. മനസാക്ഷി പരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരച്ഛനും മകളും തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത്, വിവാഹം കഴിച്ച് ജീവിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല.
അതെന്നെ ഇവിടെ എനിക്ക് എന്റെ വിശ്വാസം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാനൊരു സ്വതന്ത്ര ചിന്തകനാ. എതിർക്കാത്ത രീതിയിലേക്ക് എനിക്ക് അവരെ ഭോഗിക്കാം. എന്റെ മകളെ എനിക്ക് ലൈംഗികമായിട്ട് ഭോഗിക്കാം, അവരുടെ അച്ഛന് മകളെ ഭോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. അത് എതിർപ്പൊന്നുമില്ല. മകൾക്ക് തിരിച്ചും ആവാം. അതിൽ കുട്ടികളും ഉണ്ടാവാം. അത് സയന്റിഫിക്കലി ചിലപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടായിരിക്കാം. കുട്ടികൾ ഉണ്ടാവുന്നവർക്ക് പല ബന്ധങ്ങളിൽ ഏർപ്പെടാം. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ അത് ഏതെടുക്കണം? ഞാൻ ഏതെടുക്കണം? വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കണം, എനിക്ക് ഏതെടുക്കണം? നമുക്ക് ശരിയെന്ന് തോന്നുന്നു എടുക്കുക. യെസ്. അല്ല, ഞാൻ അവിടെ ചോദിക്കട്ടെ, ഞാനപ്പോൾ അത് ചെയ്തെടുക്കണം? എനിക്ക് ഈ പറയുന്ന മകളെ ഇങ്ങനെ നീ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത്, നിന്റെ അമ്മയെ എങ്ങനെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം എടുക്കണോ? അതല്ല, നിങ്ങൾക്ക് അത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയുന്നത് ഞാൻ എടുക്കണോ? അത് ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ വിശ്വാസം, ഏതൊരു വിശ്വാസം, ദൈവവിശ്വാസം ഒന്നും അങ്ങനെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ. വിശ്വാസം നല്ലതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നത് നമുക്ക് പലപ്പോഴും ഒരു ഭയം ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ അത് കുഴപ്പമാവുന്ന ചില സിറ്റുവേഷൻസ്. അതെ, ഇതെല്ലാം അന്ധമായി കഴിഞ്ഞാൽ കുഴപ്പമാണ്. നമ്മുടെ അവിടെ ഒരു പുള്ളിക്കാരനുണ്ട്, വിദ്യാഭ്യാസം ഭയങ്കരമാണ്. പക്ഷെ ഈ പുള്ളിക്ക് മതം ഭയങ്കരമായിട്ട് കൂടിയിട്ടേ പുള്ളി ചെയ്യുന്ന ഒരു സർവീസ് പരിപാടിയാണ് ചെയ്യുന്നത്. അത് മേഖല ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ആ സർവീസിന് പോലും പുള്ളിക്ക് പറ്റുന്നില്ല, കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് വിശ്വാസം ഇച്ചിരി ഓവറായി പോയതുകൊണ്ടാണ്. വിശ്വാസം ഓവറായി കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിയുടെ കൺട്രോൾ മൊത്തം പോയി. അപ്പോൾ വിശ്വാസം നമ്മൾക്ക് കൺട്രോളിന് മേളിൽ പോകരുത്. എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മുടെ വികാരത്തിന് മേളിൽ ഒരിക്കലും നമ്മുടെ വികാരത്തെ ഇതിനെയും തമ്മിൽ നമ്മുടെ പരിപാടികൾ നമ്മൾ തുലനം ചെയ്യാൻ പറ്റത്തില്ല. തീരുമാനങ്ങൾ വികാരത്തിന് മേളിൽ, ഒരു വികാരമുള്ള സമയത്ത് നമ്മൾ തീരുമാനം എടുക്കരുത്. അപ്പം ഇതെല്ലാം കോൺസ്റ്റന്റ് ആയ സമയത്ത് ചിലപ്പോൾ പറയുന്നവർക്ക് പലർക്കും മനസ്സിലാവും മരുന്നടിച്ചിട്ട് പറയുമെന്ന് പറയും. അല്ല പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെ കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ ഈ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും നിർത്തുന്നത് ഇപ്പൊ അങ്ങനെയല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒരു അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ചെയ്ത് മാത്രമാണ് അവര് നോക്കിയാൽ ഇപ്പൊ നിർത്തുന്നത്. അതെ, അതല്ലേ പ്രശ്നം. അതാണ് ഇവിടുത്തെ ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നിർത്തിയതും ജയിച്ചവർക്ക് സ്ഥാനം കൊടുക്കുന്നതും മേയർ സ്ഥാനം വരെ കൊടുക്കുന്നത് വരെ ഒരു പ്രത്യേക സാമുദായിക അവർ പറയുന്ന ഘട്ടത്തിലോട്ട് വരെ ഇപ്പൊ എത്തിയിട്ടുണ്ടല്ലോ. അതെ, അത് ഞാൻ ഇപ്പോഴും പറയട്ടെ, ഇപ്പോഴത്തെ ഇല്ല, കുറച്ച് പഴയ വീടുകളെല്ലാം പറയാം നമ്മുടെ ആളുകളാന്ന് പറയും അല്ലേ, നമ്മുടെ ആളുകളാ അല്ലെ, അവര് നമ്മുടെ ആളുകളാ, ഇന്ന ആള്. അത് നോക്കി കൊടുക്കുന്നത് ആ വേർതിരിവ് വോട്ടിൽ മാത്രമല്ലേ ഉള്ളൂ. അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോവാന്നാണ് ഞാൻ പറയുന്നത്. അവിടെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പോവുക. അല്ലാതെ നമുക്കൊരു മനുഷ്യനെ 10 പേരെ നിരത്തി നിർത്തി കഴിഞ്ഞാൽ അവർ നമുക്ക് രൂപം കണ്ടിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ല, ചിലർ താടിയും കുറിയും ഒക്കെ കണ്ടിട്ട് ചിലപ്പോൾ മനസ്സിലാക്കും. അല്ലാതെ മനുഷ്യനായിട്ട് അവരെ കൊണ്ട് എല്ലാവരും താടിയും മുടിയൊക്കെ മേടിച്ച് മുട്ടയടിച്ച് എല്ലാവരും നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അവരെ രൂപം കണ്ടൊരിക്കലും ഏത് ജാതിയാണോ മതമോ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ വോട്ട് വരുമ്പോഴത്തേക്കിനും, ഇലക്ഷൻ വരുമ്പോഴത്തേക്കിനും, എത്ര ജാതി പറയാത്ത പാർട്ടിയാണെങ്കിലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിശ്വാസമൊന്നും ഇല്ലെന്ന് ചിലർ പറയുന്നതൊക്കെ വിശ്വാസം ഉണ്ടെന്ന് പറയും, ചിലർ പറയും നിരീശ്വര പ്രസ്ഥാനം പറയും. എനിക്ക് അതിൽ ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ ഇല്ല. ചില ആളുകൾ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതങ്ങനെ ഉണ്ട്. പക്ഷെ കമ്മ്യൂണിസത്തിൽ ശരിക്കും വിശ്വാസം ഇല്ലെന്നാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെ പറയരുത് കേട്ടോ. കമ്മ്യൂണിസത്തിൽ ഞാനിത് ഒരിടത്ത് പറഞ്ഞതാ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞ അതിന് വിശ്വാസികൾ ഇല്ലാത്തതല്ല. അതായത് തൊഴിലാളി എല്ലാവരും പഠിപ്പിക്കുന്ന ഒരു സാധനമല്ലേ. അതിനകത്ത് എങ്ങനെ അപ്പം അവർ പറയുന്നില്ല അങ്ങനല്ല, വിശ്വാസികളുണ്ട്, വിശ്വാസം ഉണ്ടെന്ന്. എന്താണെന്നറിയാവോ, ഇവിടെ ഇപ്പുറത്ത് മുസ്ലിം ലീഗ് പോലത്തെ ഒരു പ്രസ്ഥാനം നിൽക്കുന്ന കോൺഗ്രസിന്റെ കൂടെ ഇവർ പൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ നാളെ ഇവരെ തിരിച്ച് ഇവർക്ക് കിട്ടത്തില്ല, അവർക്ക് ഇങ്ങോട്ട് ചാടി വരാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മാത്രമല്ല, കേരളം പോലൊരു സ്ഥലത്ത് അവർക്ക് പൂർണ്ണമായിട്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചൈനയെ പറ്റും. ചൈനയിൽ അവർ പറയാം ഞങ്ങൾക്ക് വിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് അവിടെ തന്നെ പ്രശ്നങ്ങളാണല്ലോ, അവിടെ തന്നെ കോൺഫ്ലിക്റ്റ്. അത് തുറന്നൊക്കെ പറയണം. ഞങ്ങൾക്ക് വേണ്ട, വിശ്വാസികൾ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ പറ്റണം. അതിനപ്പുറത്തേക്ക് വിശ്വാസമുള്ളവരും അതിനകത്ത് ഉണ്ടെന്ന് പറയുമ്പോഴാണ്. കാര്യം ഒരു ദേവസ്വം മന്ത്രി കയറിയിട്ട് അമ്പലത്തിൽ കയറി തൊഴുതപ്പോഴത്തേക്കിനും അത് ഭയങ്കര പ്രശ്നമായി. ഞാൻ ചോദിക്കുന്നത്, അതെ ഞാൻ ദൈവവിശ്വാസിയാണ്, എനിക്ക് തൊഴുതു നന്നായി അയാൾ പറയാൻ ധൈര്യം കാണിച്ചില്ല. എന്താ, ഞാൻ റെസ്പെക്ട് കൊണ്ട് ബഹുമാനം കൊണ്ട് അമ്പലമായിട്ട് തൊഴുതെന്ന്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്താ, പുള്ളിക്കാരന് വിശ്വാസമുണ്ടെന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസ്ഥാനത്തെ ബാധിക്കുന്നു. അപ്പോൾ അത് പ്രസ്ഥാനം ഒരിക്കലും വിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്നാണോ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുക. അപ്പൊ അവർക്ക് ചിലപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് അതിനൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ വോട്ട് പിടിക്കുന്നത് തന്നെ മതം നോക്കിയിട്ടാ. മതത്തിലുപരി എനിക്ക് തോന്നുന്നു മതത്തിനേക്കാൾ കൂടുതൽ ഈ ജാതീയതയും കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് അത് ഇപ്പോഴും നമുക്ക് പലർക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വലിയ സിറ്റികളിൽ വന്ന് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പലരും ഇപ്പൊ അങ്ങനെ താമസിച്ച് പോകുന്നവരായിട്ട് ചിലപ്പോൾ അറിയത്തില്ല. പക്ഷെ ഇത് അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ഇവിടെ താഴ്ന്ന ജാതിയിൽ നിന്ന് പറയപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നുണ്ടാവും. ഈ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയും. ഞാൻ പറയും എന്താ കറുപ്പ് എന്താ വെളുപ്പ് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് അറിയാത്ത സത്യത്തിൽ എനിക്ക് പലപ്പോഴും അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വെളുപ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഞാൻ അത്ര വെളുത്ത ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വെളുത്തിരുന്നാൽ എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കും എന്താ ഒരു കറുത്താക്ക് എന്താ കുഴപ്പം, കറുത്ത നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും അതിന്റെ പേരിൽ അവഗണന ഏറ്റിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ നമ്മുടെ അടുത്തുണ്ട്. അത് എനിക്കത് അറിയാൻ പറ്റുന്നില്ല. എനിക്കറിയാൻ പറ്റില്ല സത്യത്തിൽ. നീ കാണാത്ത ലോകമൊക്കെ നിനക്ക് പൊയ്ക്കഥകളാന്ന് പറയുന്ന പോലെ അത് അനുഭവിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ ആളുകളുണ്ട്.
അതിനെ ആ നിറത്തെ പോലും ജാതിയായിട്ട് കൺവെർട്ട് ചെയ്തിട്ട് പറയുന്ന ഒരു ആളുകൾ അത് അവർക്ക് നല്ലോണം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ ഈ പറയുന്ന പോലെ പല കാറ്റഗറിയും അതുപോലെ തന്നെ ഇവിടെ സംവരണമൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാള് നല്ല രീതിയിൽ പഠിക്കുന്നിരിക്കട്ടെ, ഇവർക്ക് അതിനപ്പുറത്തേക്ക് സംവരണം, ഞാൻ ആ കാര്യത്തെ പറ്റി ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. സംവരണം ഒരിക്കലും നമ്മുടെ, അതായത് ഒരേ കുട്ടികൾ രണ്ട് സാമ്പത്തിക രീതിയിൽ വളർന്നു പോകുന്നു, ഒരാൾക്ക് മാത്രം ഈ ജാതിയുടെ സംവരണം നോക്കി ജോലി കിട്ടുന്നു, മറ്റേ ആൾ കിട്ടുന്നില്ല. പക്ഷേ കുടുംബത്തിൽ സമൂഹം നോക്കുവാണെങ്കിൽ ഇവർ രണ്ടുപേരും അച്ഛൻ ഒരേ ജോലി ചെയ്യുന്ന കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവിടെയാണ് സാമ്പത്തിക സംവരണം കൂടെ വേണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു കാര്യം തന്നെ പറഞ്ഞു, സാമ്പത്തിക സംവരണം വേണം. അത് ഇപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടല്ലോ പുതുതായിട്ട്, അതായത് സംവരണ വിഭാഗത്തിൽപ്പെട്ട ആള് റാങ്ക് കൂടുതൽ മേടിക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി ആയിട്ട് വരും എന്നുള്ളൊരു പ്രസ്താവന, ഒരു സാധനം ഇപ്പൊ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വേണം. കാര്യം അല്ലാത്ത പിള്ളേർ ഇവിടെ ഉയർന്ന ജാതിയിൽപ്പെട്ട, അവിടെ ഉയർന്ന ജാതി തിരിക്കും ഇവിടെ. അതായത് ഇവിടെ കാസ്റ്റിൽ താഴെപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് ഈ സപ്പോർട്ട് കൊടുത്തതെങ്കിൽ ഇത് ബാക്കിയുള്ളവർക്കൊരു അടിയാവാൻ പാടില്ല. രണ്ടുപേരെ നമ്മൾ രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾക്കും ഒരു ജാതിയും അത് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളൊരു ക്യൂവിൽ നിൽക്കുമ്പോൾ നീ എന്ത് പറയാ സംവരണ വിഭാഗമാണ്, നീ ജനറലാന്ന് പറയുമ്പോൾ അവിടെ വേർതിരിവ് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരേപോലെ പഠിച്ച് ഒരുപോലെ കൂട്ടുകാർ വരുന്നത്. അപ്പൊ എനിക്ക് നല്ലോണം അറിയുന്നവരാണ്. ഞാൻ ഒബിസിയാ, ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഉണ്ട്. അവൻ ജനറലാ, നായരാ. ഞങ്ങൾ പോലീസിൽ മത്സരിക്കാൻ പോയി. എന്നെക്കാട്ടി മാർക്ക് കൂടുതലായിരുന്നു അവന്. സത്യം പറയാലോ, എനിക്ക് 1-2 മാർക്ക് കൂടുതലാണ്. എനിക്ക് സെലക്ഷൻ കിട്ടി, അവന് സെലക്ഷൻ കിട്ടിയില്ല. എന്നെക്കാട്ടി പഠിക്കുന്നവനാണ്, അധ്വാനിക്കുന്നവനാണ്. പോലീസിൽ സെലക്ഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല. അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചതാണ്, ഞങ്ങൾ ഒരുപോലെയല്ലേ പഠിച്ചത്, എന്നെക്കാട്ടി 1-2 മാർക്ക് അവന് കൂടുതലും കിട്ടി. പക്ഷെ സംവരണാടിസ്ഥാനത്തിൽ എനിക്ക് അവിടെ കിട്ടി. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ സാമ്പത്തികം നമ്മൾ ഒരുപോലെ. അപ്പൊ ആ സാമ്പത്തിക സംവരണം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഇന്ന് എനിക്ക് തോന്നുന്നു ഉയർന്ന ജാതിയിൽ പെട്ടിരിക്കുന്ന പോലെ ആളുകൾക്ക് ഈ പറയുന്ന പോലെ സംവരണ അടിസ്ഥാനം ആയതുകൊണ്ട് ഒരിക്കലും ജോലി കിട്ടാതെ പോകുന്നുണ്ട്. അത് സാമ്പത്തിക സംവരണം കൂടി അവിടെ അതെ, പക്ഷേ സാമ്പത്തിക സംവരണം വരുമ്പോൾ ഏറ്റവും വലിയ രസം, ഇപ്പോഴും നമ്മുടെ എല്ലാം റേഷൻ കാർഡ് നോക്കുകയാണെങ്കിൽ മാസ വരുമാനം 700 രൂപ. അപ്പൊ അതിനെല്ലാം ക്രോഡീകരിക്കണം. അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മാറ്റം വരുത്തണം. അതിൽ ഈ 1000 രൂപ പെൻഷൻ വാങ്ങുന്നതിൽ വീട്ടിൽ കാറും AC ഉള്ള ഒരു പെൻഷൻ വാങ്ങിയിരുന്നു എന്നാണോ ഈ അടുത്ത് പറഞ്ഞത്? അപ്പൊ ഈ നമുക്കത് ആധികാരികമായിട്ട് ചിലപ്പോൾ തെറ്റുണ്ടാവാം. പക്ഷെ നമ്മൾ സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. കാരണം നമ്മൾ നോക്കും, നമ്മുടെ കൂട്ടുകാർ പലരും ഇവിടെ ജനറൽ കാറ്റഗറിയിലുള്ളവരും അതല്ലെങ്കിൽ വേറെ സംവരണ വിഭാഗത്തിലുള്ളവരും ഒരുപോലെ പഠിച്ചു പോയിട്ട് മറ്റേ ആൾക്ക് മാത്രം കിട്ടുന്നു. ഇവർ പക്ഷെ കുടുംബം നോക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെ ജീവിച്ചു പോകുന്നത്. അപ്പൊ അത് വലിയ കഷ്ടമായിട്ടും വിഷമമായിട്ടും തോന്നിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പല കാര്യങ്ങൾ പറയുന്നു, ഈ തെറിവിളികളൊന്നും ഇപ്പൊ പ്രശ്നം അല്ലാതെയായി മാറിയെന്ന് പറഞ്ഞു. പക്ഷെ അതല്ലാതെ ഈ രീതിയിലുള്ള ഒരു വേറെ തരത്തിലുള്ള ഒരു അറ്റാക്ക്, ഫിസിക്കൽ അറ്റാക്ക് വരെ വരാം. അങ്ങനെയൊക്കെ വരാറുണ്ടോ? വന്നിട്ടുണ്ട്. പിന്നെ ഭീഷണികള്, ഞാൻ പറഞ്ഞ വെറുതെ നമ്മൾ കമന്റ് സെക്ഷനിൽ വരുന്നത് നമ്മളെ ബാധിക്കില്ല, പക്ഷെ നേരിട്ട് വരുന്നതോ ഒരു നമ്മളെ വിളിച്ചിട്ട് വരുന്നതോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. ഒരു തവണ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഓണ സമയത്ത് ഞാൻ പോസ്റ്റ് ഇട്ടു, നിങ്ങൾ ആർക്കെങ്കിലും ആഹാരത്തിനോ മരുന്നിനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഓണമായിട്ട് നിങ്ങൾ അതിന് ബുദ്ധിമുട്ടരുത്, എന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് വെച്ചാൽ ചെയ്യാമെന്ന്. അപ്പോൾ കുറച്ച് മെസ്സേജുകൾ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മെസ്സേജ് അയച്ചവരുടെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഏരിയയിലുള്ള ഏതെങ്കിലും പൗരപ്രമുഖരോ പഞ്ചായത്ത് പ്രസിഡന്റോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നമുക്ക് ഉറപ്പാക്കണമല്ലോ, കള്ള ഫേക്കോ അല്ലെങ്കിൽ കള്ളു പിടിക്കാനൊക്കെയാണ്. അങ്ങനെ കുറച്ച് പേരെ വിളിച്ച് നമ്മൾ ചെയ്ത കാര്യം ആരും പറയണ്ടല്ലോ. അപ്പോൾ എത്ര പേർക്ക് ചെയ്തൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് കൊണ്ടിരിക്കും, എനിക്ക് ഇത്ര കാശ് വേണം, എനിക്ക് ഇങ്ങനെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എന്തെങ്കിലും പ്രൂഫോ കാര്യങ്ങളോ ഉണ്ടോ? ഇതോ ഒന്നുമില്ല. കുറേ മെസ്സേജ് കൊണ്ടിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കണ്ണൂരാ സ്ഥലം, ഇവിടെ എനിക്ക് അന്വേഷിപ്പിക്കാൻ പോലും ഒരാളില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അവിടെ വിട്ട് അന്വേഷിപ്പിക്കാമല്ലോ, അതൊന്നും തരുന്നില്ല. ഇത്ര രൂപ കാശ് തരണം, ഇല്ലെങ്കിൽ ഇത്ര എനിക്ക് അറിയില്ല, ഇത് മേടിച്ച് തരണം. ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഓണത്തിന് പിറ്റേ ദിവസം ഒരാൾ വിളിക്കുക, നീ അവർക്ക് കാശ് കൊടുക്കത്തില്ല ഇല്ലയോടാ, മര്യാദയ്ക്ക് നീ അതിനകത്ത് ഇത്ര രൂപ ഇട്ട് കൊടുത്തോണം. എന്നിട്ട് ഭയങ്കര ഭീഷണി. നമ്മളങ്ങ് എന്തോ പോലെ ആയി. അതിനുശേഷം ഞാൻ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ പോസ്റ്റ് പോലെ ഇവിടെ വേണ്ടെന്നായി, ഇനി ഇടത്തില്ലെന്നും ആയി. അത് നമ്മളൊരാൾക്ക് ഒരു സാധനം ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിനും ഈ പറയുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അല്ല ശാരീരികമായിട്ടുള്ള അങ്ങനത്തെ ഈ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ കിടന്ന് നമുക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇറങ്ങും, ഇത് ആരും വരത്തില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് 1000 കമന്റ് വന്നിരിക്കട്ടെ, നെഗറ്റീവ് വന്നിരിക്കട്ടെ, 1000 കമന്റ് നെഗറ്റീവ് വന്നിരിക്കട്ടെ. ഇത് അതായത് ഇന്ത്യയിൽ തന്നെ ഉണ്ട് മലയാളികൾ ഒരു 3 കോടി ജനങ്ങൾ കാണും. ഈ 3 കോടിക്കകത്ത് 1000 ഏതോ വീട്ടിന്റെ ഉള്ളിലിരുന്ന് കക്കൂസിലിരുന്നിരുന്ന കമന്റ് ആയത്. ഇവരൊന്നും ഒരിക്കലും യോജിച്ച് വരാൻ പോകുന്നില്ല. ഇവരെവിടെയോ ഇവരാരും നമ്മളെ കാണുന്നുമില്ല. ഒരു രസം, ഒരു ഫ്രസ്ട്രേഷൻ. നമുക്കൊരു പോസിറ്റീവ് കമന്റ് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു നെഗറ്റീവ് ഇടുമ്പോൾ മനുഷ്യനങ്ങനെയാണല്ലോ, അതിലത്തുള്ളവൻ്റെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ചെറുപ്പത്തിലേ നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കുന്നതാ. മറ്റവന് മോന് എത്ര മാർക്കുണ്ട്, മോക്ക് എത്ര മാർക്കുണ്ട്, അതിൽ 1 മാർക്ക് കൂടുതൽ മേടിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവരെ തോപ്പിക്കാൻ പഠിക്കണമെന്നല്ല, നമുക്ക് ജയിക്കാൻ വേണ്ടി പഠിക്കണമെന്നല്ല അവിടെ പഠിപ്പിക്കുന്നത്. അവരെ കണ്ടുപഠിക്കാൻ പറയുന്നത്. നീ അത് പോട്ടെ, അത് വിട്, നീ ഇഷ്ടത്തിന് പഠിക്കുന്നൊന്നും പറയത്തില്ല. അപ്പൊ ഇത് തന്നെ നമ്മളെ കുത്തി വെച്ചിട്ടാണ് അവൻ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും നെഗറ്റീവ് ഇട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. അങ്ങനെ ഒന്നിങ്ങനെ നെഗറ്റീവ് ഇട്ടുകൊണ്ടിരിക്കുന്നില്ല, ഇതൊന്നും ഒരുമിച്ച് വരത്തൊന്നും ഇല്ല.
അങ്ങനെ അങ്ങനെ പറഞ്ഞ ഈ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ വിജയെ പോലെ സിനിമാക്കാരോ ഒക്കെ ആകുമ്പോഴായിരിക്കും ഈ പറയുന്ന ഒരു ക്രൗഡ് നേരിട്ടിറങ്ങി. എങ്കിലും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, ഒത്തിരി അതാണ് ഞാൻ ചോദിച്ചത്. അതിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മൈൻഡ് ചെയ്യാതെ വിടുന്ന അല്ല, അവരാഗ്രഹിക്കുന്ന കാര്യമാണ്. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഭരണം പിണറായി വിജയൻ സർക്കാർ രണ്ടാമത്തെ ടേൺ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിക്കാരനാണ്, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച്, ഇനി ജയിക്കുമോ? ജയിക്കത്തില്ലടാ. നീ എനിക്ക് തോന്നുന്നുണ്ടോ ജയിക്കുമോ? എൻ്റെ അടുത്ത് പറയുക ഒരു കാരണവശാലും ജയിക്കത്തില്ലെന്ന്. ഞാൻ തന്നെ പറയുന്ന പുള്ളി ഇടതുപക്ഷക്കാരനാണ്. പിന്നെ ഇടതുപക്ഷക്കാരനാ, പാർട്ടിയുടെ പ്രവർത്തനത്തിലൊക്കെ പോകുന്ന ആളാ, വേറൊന്നും ഞാൻ പറയുന്നില്ല. ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വരെ ചെറ്റിപ്പോയി. കാര്യം സാധാരണ അണികൾ, ചില ആളുകൾ, എല്ലാവരും പറയും, ചില ആളുകൾ എന്ന് പറഞ്ഞാൽ തലയിൽ ഒന്നുമില്ല, അന്തോ എന്ത് കേട്ടാലും. പക്ഷെ ഇവർക്ക് മാറി ചിന്തിക്കാനുള്ള ബോധം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പാർട്ടിക്കകത്ത് പറയുന്നുണ്ടോ? അവർ പറഞ്ഞു പാർട്ടി മീറ്റിംഗ് കാര്യങ്ങൾ ആകെ 2-3 മിനിറ്റാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇതിലൊന്നും കാര്യമില്ല. ഇപ്പൊ ഇവിടെ ഇനി ഒരു ഭരണം മാറുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് കമ്മ്യൂണിസ്റ്റിന്റെ മികവ് കൊണ്ടൊന്നുമല്ല. ഇനി ജയിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ മികവ് കൊണ്ട് ജയിക്കുന്നതല്ല, ഓപ്പോസിറ്റ് ഉള്ള പാർട്ടിക്കാരുടെ മികവ് കേടുകൊണ്ട് ജയിക്കുന്നേ പറയും. കാരണം ഇവരെങ്ങനെയും ഒന്ന് മാറാൻ വേണ്ടി ഇരിക്കും. അവരെ തന്നെ പറയും ഞങ്ങളിത് മാറ്റാൻ. ബാക്കിയുള്ള പാർട്ടിക്കാർ ഐക്യമില്ലാതെ ഇടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും തിരിച്ച് കയറി വരണം. കോൺഗ്രസ് ആണെങ്കിലും ഇപ്പൊ പ്രതിപക്ഷം, അവർക്കൊരു ഐക്യം ഉണ്ടാക്കണം ആദ്യം. ഇവരെ മാറിക്കൊടുക്കാൻ തയ്യാറാ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഐക്യമില്ല. അതാ ഈ പ്രശ്നം. എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അടുത്ത് ഏകാധിപത്യമാണെങ്കിൽ മറ്റേടത്ത് മുഖ്യമന്ത്രി ആരാന്നുള്ള കാര്യം കുറെ പേരുടെ പേര് പറയാം. അത് നമുക്ക് തുറന്നു പറയുന്നത് മടിയൊന്നുമില്ല. കാര്യം ഇത് മാറ്റത്തിന് വേണ്ടിയല്ലേ പറയുന്നത്. ഇപ്പൊ പിണറായി വിജയൻ ഏകാധിപത്യ ഭരണമെന്ന് പാർട്ടിക്കുള്ളിൽ ഇല്ലെങ്കിൽ പാർട്ടി അണികൾ തന്നെ പറഞ്ഞ് ഞാൻ കേട്ട കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ പാർട്ടി പ്രവർത്തകനൊന്നുമല്ല, ഒരു പാർട്ടിയിൽ ഞാൻ പോയി പ്രവർത്തിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, BJP-യുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJP-യുടെ ഇതുപോലെ നമ്മുടെ ഓച്ചിറയിൽ വന്നിട്ട് പില്ലർ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഇട്ടത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്റെ വീഡിയോ എടുത്തിട്ടാണ് ഇട്ടേക്കുന്നത്. അത് എന്താ പറയാ, നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി കാണിക്കുകയും ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കാണിക്കുകയും ചെയ്യുന്ന ആ വീഡിയോ അവസാനം കാണിച്ചു കൊടുത്ത് അദ്ദേഹം മെൻഷൻ ചെയ്ത് പറഞ്ഞു ഓച്ചിറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ വരണം. ഇത്രയും കാലത്ത് ഇത്രയും മാറ്റം വന്ന് പണി തുടങ്ങിയ ശേഷം. അപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങളും പറയുകയും അതുപോലെ തന്നെ അതിനകത്ത് മോശം കാര്യങ്ങൾ എല്ലാ പാർട്ടിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു പാർട്ടി നിന്ന് കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസ്, ഇവിടെ രാഹുൽ ഗാന്ധി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നേതാവാണ്. പാർട്ടി വൈസ് അല്ല, എഡ്യൂക്കേറ്റഡ് ആണ്, സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു നേതാവ് എവിടെയും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസം ഉണ്ടാവുന്ന ഒരാൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നരേന്ദ്രമോദി മോശമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ എബിലിറ്റി കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം ഈ പറയുന്ന രാഹുൽ ഗാന്ധി വന്നു നിന്നിട്ട് നടത്തിയ ജോഡോ യാത്രയുണ്ട്, എനിക്കൊരു താല്പര്യമില്ലാത്ത സാധനമാണ്. ഞാൻ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബന്ധു മരിച്ചു. ഈ മരിച്ചിട്ട് അവർക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേഗം കൊണ്ട് കുഴിച്ചിടുക എന്നുള്ളതാണ് അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പം പട്ടിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ചെയ്യും, വാടകയെടുക്കും. ഈ ഒരു ജോഡോ യാത്ര കാരണം ഇവരുടെ മോന് ദുബായ് ഗൾഫിൽ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്താൻ പറ്റുന്നില്ല. ഈ മോനൊന്ന് കാണണമല്ലോ. ഒരു ദിവസം അവരുടെ മരണം അടക്കം മാറ്റി വെച്ചു. ഈ സാധനം കാരണം പോകുന്നില്ല. അപ്പം ഈ പറഞ്ഞ എത്ര നല്ല പരിപാടിയാണെങ്കിലും ആ ചെയ്ത അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഒരു എല്ലാവരും ആയില്ലെങ്കിൽ ഒരു വിഭാഗത്തെങ്കിലും പൂർണ്ണ ഒരു 99% നമ്മൾ ആക്കാൻ പറ്റിയ ഒരു 95% എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയി കൊണ്ടുപോകണം. സമരങ്ങൾക്ക് വേറെ രീതികളുണ്ടല്ലോ, അത് കൈക്കൊള്ളണമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ അൽത്തോഫിന്റെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വോ അല്ല, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാം, തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞാലേ നമുക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ അവര് തെറ്റ് ചെയ്താലും മിണ്ടാതിരിക്കേണ്ടി വരും. അതാണ് ഇപ്പൊ പല ആൾക്കാർക്കും. അതാണ് ഇപ്പൊ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പലരും പ്രശ്നം. അത് തുറന്നു തന്നെ പറയാമല്ലോ. പലരും അന്തം കമ്മി എന്ന് പറയുന്നത് കറക്റ്റ്, അതിനകത്ത് പ്രശ്നങ്ങൾ തുറന്നു പറയുന്നില്ല. പക്ഷെ ഈ ഞാൻ പറഞ്ഞ സഹോദരൻ മാറി ചിന്തിക്കാൻ കഴിവുള്ളവരാ. അങ്ങനെയുള്ള വിഭാഗം വരണം. എങ്ങനെ മാറി ചിന്തിച്ചാലും ഇവിടെ മാറ്റം ഉണ്ടാകത്തുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ മോശമാണ് ഒരിക്കലും അല്ല. പ്രത്യയശാസ്ത്രം എടുത്ത് നോക്കുവാണെങ്കിൽ ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന നല്ലൊരു, പക്ഷെ ആ പ്രസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ പോലീസുകാർ ഓരോരുത്തരും ഈ പറയുന്ന കൂട്ട് ഈ മന്ത്രി വരുമ്പോൾ പ്രാഗിക്കൊണ്ടാ പോയി നിൽക്കുന്നത്. അവര് സോഷ്യൽ സർവന്റാ, ഈ പബ്ലിക് സർവന്റാ, ഇവർക്ക് വേറെ പല പണികളും ഉണ്ട്. അപ്പം ഈ നിൽക്കുന്നത് പോലെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു നയനാറുള്ള സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആരാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ജനങ്ങളാണ് എന്റെ പ്രൊട്ടക്ഷൻ. അങ്ങനെയല്ലേ ആയി മാറണ്ടേ? ഇവിടെ ഇവരെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്രയധികം വാഹന വ്യൂഹവും ഇത്രയധികം പോലീസുകാരെയും ഇത് നിർത്തി അപ്പം ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതെന്താ അറിയോ, ഈ പറയുന്ന ഒരു കേഡർ സംവിധാനമാണെങ്കിൽ പോലും ഇവർക്ക് പറയാൻ പലതും പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഇനി അടുത്ത ടേണിൽ മിക്കവാറും പിണറായി വിജയൻ സഖാവിനെ ആയിരിക്കും വരുന്നത്. അല്ല, വേറൊരു മുഖമില്ലല്ലോ. ഇപ്പൊ പല പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മുഖം വെച്ചിട്ട് തന്നെയാണല്ലോ ഇവരെപ്പോഴും അതിൽ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ പാർട്ടികൾ, ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിനകത്ത് തന്നെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ഭയങ്കര ചായവുള്ള ആളുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ പിണറായി ഇഷ്ടമല്ല. അത് ഇപ്പൊ ഇഷ്ടമല്ലാതായതാണോ? ആദ്യം അറിയത്തില്ലല്ലോ, രണ്ടാമത്തെ ടേണിലായിരിക്കും ഇഷ്ടമല്ല. സത്യം പറയാം, നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രഥമ പൗരനാണ്. എനിക്ക് പേടിയാണ്.
അതായത് ഞാൻ ആ കാര്യത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് ഉമ്മൻചാണ്ടി സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ഒരു ഇൻഡിവിജ്വൽ ചാനൽ ഇന്റർവ്യൂ കിട്ടുന്നത് എനിക്കാണ്. അല്ല, അതാ ഞാൻ ചോദിച്ചത്. അത് ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് ഞാൻ അന്ന് എന്താ പറയാ, അന്ന് ഏതോ ഒരു നേതാവിനെ, ഒരു ലോക്കൽ നേതാവിനെ എന്തോ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. ആ സമയത്താണ് നമ്മൾ റിജോ വള്ളംകുളം എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, കോൺഗ്രസിന്റെ പ്രവർത്തകൻ. അദ്ദേഹം എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചു, അങ്ങനെയാണ് നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറിന് ചെയ്തുകൂടെ? അന്ന് പ്രതിപക്ഷ നേതാവാ, 50ാമത്തെ വർഷമാണ്. ഞാൻ ചതക്കങ്ങനെ നടക്കും സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ എന്തോ പി എ ചാക്കോന്ന് മറ്റോ പേരേക്ക് ഡൗട്ടുണ്ട്, നമ്പർ തന്നു, ഞാൻ വിളിച്ചു. ഉമ്മൻചാണ്ടി സാറിന് ഡയറക്റ്റ് എന്നെ അപ്പോൾ അവിടെ വിളിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പേര് വിളിച്ചോണ്ട് സംസാരിക്കുന്നത്. അൽത്താഫ് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഓഫീസിൽ ചെന്നിട്ട് അവിടെ ഇന്റർവ്യൂ എടുക്കുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം മരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് അസുഖത്തിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഇത്രയും വർഷം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാള് പ്രതിപക്ഷ നേതാവാണ്, നമുക്കത് തോന്നില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും ഭയങ്കര ആ ഒരു അടുപ്പം. അതായത് ഇപ്പൊ തന്നെ പാലായിലേക്ക് പോയി പാലല്ല പുതുപ്പള്ളിയിലേക്ക് പോയി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ പറയുന്ന കൂട്ട് 50 വർഷം അവിടെ ഭരിച്ചെങ്കിലും അവിടെ അങ്ങ് സ്വിറ്റ്സർലൻഡ് ആയതൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെയും വികസനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വികസനത്തിനപ്പുറത്തേക്ക് ആളുകൾക്കൊരു അടുപ്പമുണ്ട്. നമുക്ക് എന്തും പോയി പറയാം. ഞാൻ പറയട്ടെ, നമുക്കൊരു ഇപ്പൊ റോഡ് പണി നമുക്ക് നടക്കുന്നില്ല, നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിൽ റോഡ് പണി നടക്കുന്നില്ല. പക്ഷെ നമുക്ക് എന്നും വീട്ടിൽ വന്ന് തിരക്കാൻ ഒരു മെമ്പർ ഉണ്ടെങ്കിലോ നടക്കുന്നില്ല, നമുക്കൊരു ആശ്വാസമല്ലേ നമ്മളെ നോക്കാനും. അതായത് ഒരാളുണ്ട് നമ്മുടെ കാര്യം ശ്രദ്ധിക്കാൻ. അത് നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയിലൂടെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു, സാധ്യമായിരുന്നു. അതാണ് ഈ പറയുന്ന നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയിൽ ഉണ്ടാകുന്ന ഭയം. എനിക്ക് നമ്മുടെ പേടിയാണ് അദ്ദേഹത്തെ. ഒരു ഇന്റർവ്യൂ പോലും എനിക്ക് ചെയ്യണമെന്നുള്ള പേടിയാണ്. മനസ്സിലായി? അത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ചിരിച്ച മുഖം പോലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അവിടെ വലിയൊരു ഭയമുണ്ട്. അത് ഞാൻ ഈ പറയുന്നത് പോലെയല്ല, പല ആളുകളും എൻ്റെ അടുത്ത് പാർട്ടിക്കാരോട് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞങ്ങൾക്ക് മാറണം എന്നൊക്കെ തോന്നുന്നുണ്ടെന്ന്. അപ്പൊ അത് ചിലപ്പോൾ വ്യക്തി അദ്ദേഹത്തിന് വന്ന വഴികളായിരിക്കും, ചിലപ്പോൾ ഊരി പിടിച്ച വാളിന്റെ ഇടയിലൂടെ വന്നതുകൊണ്ടായിരിക്കാം, അദ്ദേഹം വന്ന വഴികൾ അത്രയും കഠിനമായതുകൊണ്ടായിരിക്കാം. പക്ഷെ അറിയത്തില്ല എന്താന്നുള്ളത്. അപ്പൊ എനിക്ക് ആ ഒരു ഭയമുണ്ട്. പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്.